കർണാടകയിൽ ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. നികുതി വർദ്ധിപ്പിച്ചതോടെയാണ് പെട്രോളിനും ഡീസലിനും വില കൂടിയത്. ഇന്ധനവില വർധന പ്രാബല്യത്തിൽ വന്നതോടെ വ്യാപക പ്രതിഷേധമാണ് കർണാടകയിൽ ഉയരുന്നത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്കു പിന്നാലെ ജനങ്ങൾക്ക് കോൺഗ്രസ് സർക്കാർ നൽകിയ ഇരുട്ടടിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബി.ജെ.പിയും ജെ.ഡി.എസും സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ ജനങ്ങളെ തന്നെ കൊള്ളയടിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി വിമർശിച്ചു. ക്ഷേമ പദ്ധതികൾക്കായി പണം കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. വിൽപ്പന നികുതി വർദ്ധിപ്പിച്ചതോടെ പെട്രോൾ ലിറ്ററിന് 3 രൂപയും ഡീസലിന് 3 രൂപ 50 പൈസയുമാണ് വില ഉയർന്നത്. ബംഗളൂരുവിൽ പെട്രോളിന് 102.86 രൂപയും ഡീസലിന് 88.94 രൂപയുമാണ് പുതുക്കിയ വില. പ്രതിവർഷം 2500 മുതൽ 2800 കോടി രൂപയുടെ അധിക വരുമാനമാണ് നികുതി വർധനയിലൂടെ സർക്കാരിന് ലഭിക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കർണാടകയിൽ നടപ്പിലാക്കിയ 5 ഗ്യാരണ്ടികൾ വലിയ നേട്ടമായാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അത്തരം ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതിനായി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നുവെന്ന വാദത്തിന് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കാൻ സാധ്യത കുറവാണ്. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.